ആളുകളെ സംബന്ധിച്ച് ഇത് ഉറ്റുനോക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ശ്രീ സന്തോഷ് കുമാർ കുറച്ചു നേരമായി വെയിറ്റ് ചെയ്യുന്നു. അതെ അതെ തീർച്ചയായും ശ്രീ സന്തോഷ് കുമാർ, അതുകൊണ്ടാണ് കേട്ടോ അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വേണ്ടതുണ്ട്. സാധാരണ ജനങ്ങൾ വെയിറ്റ് ചെയ്യാണല്ലോ. ഇപ്പോൾ ഇനി എനിക്ക് ടാക്സ് അടയ്ക്കേണ്ടതില്ലല്ലോ എന്ന് സന്തോഷിക്കുന്നവരുണ്ടാകും. അപ്പോൾ അതൊരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ച തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശ്രീ സന്തോഷ് കുമാർ, ഇപ്പോൾ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന സർക്കാർ എന്നുള്ളതാണല്ലോ എപ്പോഴും മോദി സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആരോപണമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റുകൾ ലാഭം വലിയ തോതിൽ വർദ്ധിക്കുന്നു, തൊഴിലാളികളുടെ ശമ്പളത്തിൽ അത് പ്രതിഫലിക്കുന്നില്ല. ഇതാണ് ഇത്തവണത്തെ സാമ്പത്തിക സർവേയിലും പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ബജറ്റ് കൊണ്ട് അതിലൊരു ഒരു തിരുത്തൽ അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നില്ലേ യഥാർത്ഥത്തിൽ? കോർപ്പറേറ്റുകളെ മോദി ഗവൺമെൻറ് സഹായിക്കുന്നു എന്ന ശരിയായ ആരോപണം ഇപ്പം ഞങ്ങൾ മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയും, ഞാൻ രാഷ്ട്രീയം പറഞ്ഞ സമയം കളയുന്നില്ല അധികം, കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ നേതാക്കന്മാരും ഒക്കെ പാർലമെൻറ്റിനകത്തും പുറത്തും പൊതുവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപൂർവം ചിലരൊഴികെ, ചിദംബരം ഒഴികെ അപൂർവം ചിലരൊഴികെ, പ്രത്യേകിച്ച് ശ്രീ രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കന്മാരെല്ലാം തന്നെ കോർപ്പറേറ്റുകളുടെ അജണ്ടയാണ് ഗവൺമെൻറ് നടപ്പാക്കുന്നത് എന്ന് ഇഷ്ടംപോലെ സന്ദർഭങ്ങളിൽ പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ നേരത്തെ ഈ നയം സ്വീകരിച്ചിരുന്ന ഒരു പാർട്ടിയുടെ നിലപാടിൽ വന്നൊരു മാറ്റമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാൻ സാധിക്കും. അതിന് എത്രത്തോളമാണ് പ്രായോഗികമാകുക എന്നുള്ളത് വേറൊരു കാര്യം. നമ്മുടെ ഇപ്പോഴത്തെ ഇതിലേക്ക് വന്നാൽ എക്കണോമിക് സർവേ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് വലിയൊരു ഡോക്യുമെൻ്റാണ്, അത് ഫുള്ളായിട്ട് ഞാൻ എന്തായാലും വായിച്ചിട്ടില്ല, ചില ഹൈലൈറ്റ്സ് മാത്രം നോക്കി. അപ്പോൾ 500 കോർപ്പറേറ്റ് കമ്പനികൾ മിനിമം ഭയങ്കരമായ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്, ഹ്യൂജ് ഒരു പ്രോഫിറ്റാണ് അവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ കഴിഞ്ഞ തവണത്തെ അതേ കോർപ്പറേറ്റ് ടാക്സാണ് ഇത്തവണയും വെച്ചിരിക്കുന്നത്, 17%. ഇത്തവണയും 17%, ഒരു മാറ്റവും. ഇൻകം ടാക്സിൻ്റെ ഷെയർ എന്ന് പറയുന്നത് ദേശീയ വരുമാനത്തിനകത്ത് 22%. കഴിഞ്ഞ തവണ അത് 19%. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ ടാക്സ് അതായത് ഇപ്പോൾ 12 ലക്ഷം വരെ ആദായ നികുതി വേണ്ട എന്നൊക്കെയുള്ള കണക്കുകൾ പറയുമ്പോഴും അതാണിപ്പോൾ ഒരു ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന കാര്യം. ഞാൻ അതിൻ്റെ എനിക്കറിയാവുന്ന വിശദാംശങ്ങളിലേക്ക് വരാം. അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ, എക്കണോമിക് സർവേ പറയുന്ന പല കാര്യങ്ങൾക്കോടും അതിനോട് യാഥാർത്ഥ്യ ബോധമുള്ള ഒരു സമീപനം അല്ല ബജറ്റ് സ്വീകരിച്ചിരിക്കുമ്പോഴാണ്. ഒരുപക്ഷെ ഞാൻ അതിശോക്തിയാണെന്ന് തോന്നേണ്ടതില്ല. എക്കണോമിക് സർവേ നടത്തിയ ഫൈനാൻസ് മിനിസ്റ്ററുടെ ഒരു വിങ്ങാണ്, ബജറ്റ് തയ്യാറാക്കിയത് വേറൊരു വിങ്ങാണ് എന്ന് തോന്നുന്ന തരത്തിലാണ് ഈ രണ്ടിൻ്റെയും തമ്മിലുള്ള കണക്കുകളുടെയും അല്ലെങ്കിൽ പൊരുത്തക്കേടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം നികുതിക്കകത്ത് ഒരു മാറ്റവും. ഇൻകം ടാക്സിൻ്റെ കാര്യത്തിനകത്ത് ഷെയർ വർദ്ധിച്ചിരിക്കുന്നു, 22%ആയിട്ടത് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. പിന്നെ GST ഉൾപ്പെടെ മറ്റ് പലതും കൂടെ വരുമ്പോൾ 40%ആയിട്ട് വരും. അതൊക്കെ സാധാരണക്കാരൻ്റെ പണമാണ് പ്രധാനമായിട്ടും പോകുന്നത്. ഇനി നമ്മൾ ഇൻകം ടാക്സിൻ്റെ ഈ നമ്മൾ ആദായ നികുതിയുടെ ഈ വലിയ കൊട്ടിഘോഷിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒറ്റമോട്ടത്തിൽ അത് വളരെ ശരിയാണ്. ഒരു ഡൽഹി ഇലക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ളത് വേറൊരു രാഷ്ട്രീയ ചിന്തയാണ്. തൽക്കാലം ഞാൻ അതിലേക്ക് പോകുന്നില്ല. 2005 1 ലക്ഷമായിരുന്നു ഇൻകം ടാക്സിൻ്റെ പരിധി എന്ന് പറയുന്നത്. അത് 2000 കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ 9 മറ്റോ ആയപ്പോൾ അത് 2 ലക്ഷമായി. പിന്നെ 14 ആകുമ്പോൾ അത് 2.5 ലക്ഷമായി. ഇപ്പം 2019 7 നിന്ന് നമ്മളിപ്പോൾ ഇത്രയും മാറുന്ന സ്ഥിതിയുണ്ടായി. പക്ഷേ GDP-യുടെ ഒരു വളർച്ച അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഒരു ഭാഗത്തുണ്ടായിരിക്കുന്ന അനിയന്ത്രിതമായിരിക്കുന്ന വിലക്കയറ്റം, ഇങ്ങനെ പല ഘടകങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ വിലക്കയറ്റത്തിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. എക്കണോമിക് സർവേ പറയുന്നത് 7.5 കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഇൻഫ്ലേഷനാണ്. കഴിഞ്ഞ തവണ 2022-23, 23-24 എന്ന് പറയുന്നത് 24-25 വിലക്കയറ്റമായിട്ട് പറയുന്നത് ഫുഡ് ഇൻഫ്ലേഷനാണ്. എക്കണോമിക് സർവേ സമ്മതിക്കുന്ന കാര്യമാണ്. അത് 8.5 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1% വർധനവ് കൂടുതലാണ് 2023-24 24-25 തമ്മിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്ത് സാധാരണക്കാരൻ്റെയും ഇടത്തരക്കാരൻ്റെയും നടുവൊടിക്കുന്ന വിലക്കയറ്റം വർദ്ധിച്ചു വരുന്നു. ഇപ്പോൾ നമ്മുടെ ഓട്ടോമൊബൈൽസ് അസോസിയേഷൻ്റെ ഒരു കണക്ക് തന്നെയുണ്ട്, അത് ഇതിനകത്ത് ഭാഗമായിട്ടുള്ളതാണ്. അവർ വാഹനങ്ങളുടെ വിൽപ്പനക്കകത്ത് നേരെ പകുതി ഒരു കുറവ് വന്നിരിക്കുന്നുള്ളതാണ്. 9.2 സംതിങ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 4 point something ആയിരിക്കുന്നുള്ളതാണ്. അപ്പോൾ അത് കാണിക്കുന്നത് എന്താണ്? വാഹനം വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ ഇടത്തരക്കാർ ചെയ്യുന്നൊരു കാര്യമാണെന്ന് നമുക്ക് സാമാന്യം തന്നെ പറയാം. ഞാൻ ഇടത്തരക്കാർ മാത്രമാണെന്ന് പറഞ്ഞതിനെ കണക്കാക്കുന്നില്ല, എന്നാലും സാമാന്യം തന്നെ പറയുന്നതാണ് ഒരു ഇതിനു വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യക്കകത്ത് ഈ പർച്ചേസിങ് പവറിനകത്ത് വലിയൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നു. സാധാരണക്കാരനും ഇടത്തരക്കാരനും വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ എക്സംഷൻ എന്ന് പറയുന്നത് വലിയ തോതിലൊരു മാറ്റം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ തന്നെ കുറേ ഇൻകം ടാക്സ് റിലേറ്റഡ് നിയമങ്ങളിൽ മാറ്റം വരുത്താൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മൾ കാത്തിരുന്ന് കാണുക. ഡൽഹി ഇലക്ഷന് ശേഷം ഒരുപക്ഷെ ഇതിന്റെ എന്ന് മാത്രമല്ല സന്തോഷ്, ഇതിനകത്ത് വളരെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ഇൻകം ടാക്സിന്റെ ഈ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്ന ആളുകൾ എത്ര പേരാണെന്നറിയാവോ? 7.5 കോടി 8 കോടി ജനങ്ങൾ മാത്രമാണ്. അതായത് 130 കോടി ജനങ്ങളിൽ 8 കോടി വരുന്ന സാലറീഡ് ക്ലാസ്സിൽ മാത്രമാണ് ഈ ഇൻകം ടാക്സിന്റെ ബെനിഫിറ്റ് കിട്ടുക. അത് എത്ര തുച്ഛമാണ്. ഞാനത് ശരിക്കും അതെനിക്ക്
അത് വളരെ നല്ലൊരു ഒബ്സർവേഷൻ ആണ്. ഇപ്പോൾ നോക്കൂ, നമ്മളിപ്പോൾ ഒരു റെഗുലേറ്ററി കമ്മീഷനെ നിശ്ചയിച്ചിരിക്കുകയാണ്. നിയമങ്ങൾ ഇനി അവശേഷിക്കുന്ന കുറേ നിയമങ്ങളും കൂടെ മാറ്റാൻ വേണ്ടി. ഫിനാൻസ് സെക്ടർ അല്ലാന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ഇനിയും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയുള്ള നിലവിലുള്ള ചില പരിമിതമായ നിയന്ത്രണങ്ങൾ പോലും എടുത്തു കളയുമ്പോഴാണ് നമ്മൾ കണക്കാക്കുന്നത്. ഒരു കൊല്ലം കൊണ്ട് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ പറയാൻ കാര്യം, നമ്മളെ കൃഷിക്കാർ ഇപ്പോൾ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിരന്തരമായി പറയുന്ന ഒരു കാര്യമാണ് MSP എന്ന് പറയുന്നത്. സപ്പോർട്ട് പ്രൈസ്. എങ്ങനെയുള്ള MSP? സപ്പോർട്ട് പ്രൈസ് ഇപ്പോൾ ചിലതിനൊക്കെ ഉണ്ട്, പക്ഷെ എങ്ങനെയാണ് ഒരു സയന്റിഫിക് MSP പറയുന്നത്? നമുക്കെല്ലാം അറിയുന്നത് പോലെ ഉൽപ്പാദന ചെലവ് പ്ലസ് 50% ലാഭമാണ്. അപ്പോൾ അത് വേരീസ് ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. ഇപ്പോൾ പഞ്ചാബിലെ ഉൽപ്പാദന ചെലവായിരിക്കില്ല കേരളത്തിൻ്റെ. അതുകൊണ്ടാണ് കേരളം സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ട് അത് ഉണ്ടാക്കണമെന്ന് പറയുന്നത്. എന്തെങ്കിലും തരത്തിലൊരു പരാമർശം ഈ ബജറ്റിനകത്ത് ഉണ്ടായോ? നമ്മൾ ഇൻകം ടാക്സിനെ കുറിച്ചാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ചോദിച്ചെങ്കിലും ഞാനത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് അതാണ്. അതായത് ഏതാണ്ട് 50% ആളുകൾ അധിവസിക്കുന്ന ജോലി ചെയ്യുന്ന ഒരു മേഖല, ഒരു ജോലിയാണ് ഈ കാർഷിക മേഖല എന്ന് പറയുന്നത്. ആ കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവർ നേരത്തെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രഖ്യാപിച്ചു, അതേപോലെ 100 ജില്ലകൾ പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് എല്ലാം കൂടി ഇതിൻ്റെ കണക്കെത്രയാണ്? ധനകാര്യമന്ത്രിയുടെ പ്രസംഗം ഞാൻ ശ്രദ്ധാപൂർവ്വം കേട്ടു. എല്ലാ ഡോക്യുമെൻറ്റും വായിക്കാൻ പറ്റിയിട്ടില്ല, അത് അസാധ്യമാണ് ഈ സമയത്തിനുള്ളിൽ. 1,76,00,000 കൃഷിക്കാർക്കാണ് ഈ സ്കീമിൻ്റെ ആകെ പ്രയോജനം കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ ഉപജീവനം കണ്ടെത്തുന്ന ഏറ്റവും വലിയ തൊഴിൽ ഫോഴ്സാണ് കൃഷി എന്ന് പറയുന്നത്. അതിൻ്റെ വളരെ ചെറിയൊരു പെർസെൻറ്റേജിന് മാത്രമാണ് ഈ സ്കീമുകൾ ഉപകരിക്കാൻ പോകുന്നതെന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴുള്ള ക്ലെയിം. അപ്പോൾ നമ്മൾ ഈ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇപ്പോൾ എല്ലാവരും, ഞാനിപ്പോൾ ഇവിടെ മീഡിയയുടെ നല്ല ബഹളാണല്ലോ. മോഡി അനുകൂലമായിരിക്കുമ്പോൾ ധാരാളം മീഡിയ ഉണ്ട്. ഇപ്പോൾ ആരനുകൂലം അല്ല എന്ന് പറയാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ല നമ്മൾ, കാരണം ഭയങ്കര കൺട്രോളാണല്ലോ. എല്ലാവരുടെയും ഒരു ഹൈലൈറ്റ് എന്താണെന്നറിയോ? ഈ 12 ലക്ഷം ആർക്കും പറയാൻ. സന്തോഷ്, ഇതിനകത്ത് ബാലഗോപാൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം തന്നെയാണ് സന്തോഷം പറയുന്നത്. അതായത് ഈ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം മിഥിലാഞ്ചലൊക്കെ പോലുള്ള കനാൽ പ്രോജക്റ്റുകൾ വർദ്ധിപ്പിച്ചിട്ട് നിർമ്മലാ സീതാരാമൻ പറയുന്നത് വലിയ രീതിയിൽ കാർഷിക പിന്നെ പ്രൊഡക്ഷൻ വർദ്ധിക്കുമെന്നാണ്. പക്ഷെ പ്രശ്നം എന്താ? അതേപോലെ തന്നെ വള സബ്സിഡി അടക്കമുള്ള കാര്യങ്ങളിനകത്ത് വലിയ കുറവ് വരുത്തിയിരിക്കുന്നു നീക്കിയിരിപ്പ്. ഈ തൊഴിലുറപ്പ് പിന്നെ അതിനകത്തുള്ള നീക്കിയിരിപ്പിനും വലിയ വർധനയൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ പ്രൊഡക്ഷൻ ഒരു സൈഡിൽ വർദ്ധിപ്പിക്കുമ്പോൾ കൺസംഷൻ കപ്പാസിറ്റി ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല MSP ഇല്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഇല്ല MSP ഇല്ലാമ്പോഴാണ് ഏറ്റവും ഇപ്പം 150 സ്കീമുകളുടെ പിന്നെ അതിന്റെ അലോക്കേഷന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതൊരു പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റ്. ഖേലോ ഇന്ത്യയാണ് ലാസ്റ്റ്. ഈ നരേഗയുടെ കാര്യം എന്ന് പറഞ്ഞാൽ 86,000 കോടിയാണ്. 86,000 കോടിയാണ്. അത് ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നു. പിന്നെ നമ്മളെ പോലൊരു സംസ്ഥാനത്തിൻ്റെ കാര്യം നോക്കൂ. നമ്മളത് ഞാൻ രാവിലെയൊക്കെ നമ്മളെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. 150 സ്കീമിൻ്റെ കാര്യം ഇരിക്കട്ടെ. ഇപ്പോൾ പ്രസംഗത്തിനകത്ത് ഇത് പറയില്ല എന്നാണ് പലരും പറയുന്നത്. ശരി, പ്രസംഗത്തിനകത്ത് പറയുന്നില്ല എന്നുകൊണ്ട്. പക്ഷേ ബീഹാറിൻ്റെ കാര്യത്തിനകത്ത് ഒരുപാട് സ്കീമുകൾ പ്രഖ്യാപിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം വളരെ വ്യക്തമാണ്. നിങ്ങൾക്ക് ഈ രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നടത്തണം എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഈ പ്രസംഗം. സംസ്ഥാനങ്ങൾക്ക് ഒന്നുമില്ല എന്നുള്ളത് കേരളത്തിന് അത് തുടർച്ചയായ അനുഭവമാവുകയാണ്. അതുകൂടി ഉണ്ടല്ലോ ശ്രീ സന്തോഷ് കുമാർ. ഇപ്പോൾ ഇൻഷുറൻസ് മേഖലയിലേക്ക് എടുത്താൽ ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം എന്നുള്ളതാണ് പ്രഖ്യാപനം. നേരത്തെ 74% അപ്പോൾ കൂടുതൽ വിദേശ ഇൻഷുറൻസ് കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയാണ് അത് പ്രതിഫലിക്കുക? ഞാനിപ്പോൾ 2 ദിവസം മുൻപ് ഈ പാർലമെന്റിന്റെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിന്റെ ഭാഗമായിട്ട് ഈ ഇൻഷുറൻസ് കമ്പനികളുടെ പ്രതിനിധികൾ, ബാങ്ക് പ്രതിനിധികൾ സംസാരിക്കേണ്ട അവസരം കിട്ടി. എല്ലാ അംഗങ്ങൾക്കും കിട്ടുന്നതാണ് ഇത്ര യോഗങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ. ഈ മേഖലക്കകത്ത് ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിഭീകരമായിരിക്കുന്ന ലാഭമാണ് പലതിനകത്ത്. അപ്പോൾ ലാഭം ഉണ്ടാക്കുമ്പോൾ തെറ്റാന്ന് പറയാൻ പറ്റില്ല. ബിസിനസ് നടത്തുമ്പോൾ ലാഭം ഉണ്ടാക്കണം, അത് വേറൊരു കാര്യം. പക്ഷേ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഈ കമ്പനികളെ അഴിച്ചുവിടുകയും അവർക്ക് എന്തെല്ലാം സ്കീമുകളാണ് ഈ ആരോഗ്യരക്ഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടപ്പാക്കുന്നത്. അപ്പോൾ എന്നിട്ട് കണ്ടമാനം ലാഭം അടിച്ചു മാറ്റുന്നു എന്ന് മാത്രമല്ല, ജനോപകാരപ്രദമായ ഇപ്പോൾ 42% ഇത് പ്രോസസ്സിങ് നടക്കുന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ക്ലെയിം കൊടുത്തു, ജെന്യുവൻ ക്ലെയിം ആയിരിക്കും, പക്ഷേ 42% ഡിനേ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്ന ഒരു കണക്കെന്ന് പറയുന്നത്. എന്തെങ്കിലും ഡിലീറ്റ് ആയിരിക്കും, എന്തെങ്കിലും വളരെ പെരിഫറലായ എന്താണ് പറയുക സൂപ്പർഫിഷ്യലായിരിക്കും ചില കാരണങ്ങൾ നിരത്തിക്കൊണ്ട് നിഷേധിക്കും. അപ്പോൾ ഇത് കൂടുതൽ പ്രയാസങ്ങളിലേക്കാണ് പോകുന്നത്. സ്വാഭാവികമായിട്ട് 74% ഇപ്പോൾ 100 കാരണം എന്താണെന്നുള്ളത് വ്യക്തമല്ല. എല്ലാം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ പേരിലാണ്. ഒരു കാര്യം വളരെ വളരെ ക്ലിയർ ആണ്, ഈ ബജറ്റിനകത്ത് അഭിമാനിക്കാനായിട്ടോ പറയാനായിട്ടോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഈ 12 ലക്ഷം മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്.